ഹായ് ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ കൂടാതെ ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത് ഇറക്കുന്ന സിനിമകളുടെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകൾ നോക്കാം. നിങ്ങൾ കാത്തിരിക്കുന്ന വമ്പൻ ചിത്രങ്ങൾ തന്നെയാണ് OTT റിലീസിൽ ഒരുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് നോക്കാം. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമയാണ്. ഒരു ഹോട്ട്സ്റ്റാർ വെബ് സീരീസാണ്. നാഗേന്ദ്രൻ ഹണിമൂൺസ് ആണ് വെബ് സീരീസിൻ്റെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ വെബ് സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. സുരാജ് വെഞ്ഞാറും കൂടി പ്രധാന റോളെത്തിയ വെബ് സീരീസാണ്. ഈ സീരീസിൻ്റെ 6 എപ്പിസോഡുകളാണ് ഇപ്പോൾ റിലീസിലെത്തിയിരിക്കുന്നത്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സീരീസ് ഒരു കോമഡി വിഭാഗത്തിൽ വരുന്ന സീരീസാണ്. നല്ലപോലെ കണ്ടിരിക്കാൻ പറ്റിയ സീരീസ് കൂടിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. മൾട്ടി വഴിയാണ് സീരീസ് റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അടുത്ത സിനിമ നമ്മുടെ എല്ലാവരും കാത്തിരുന്ന ഏറെ കാലത്ത് ശേഷം OTT റിലീസ് സിനിമയാണ്. നമ്മുടെ ബ്ലസ്ലിയുടെ സംവിധാനത്തിൽ നമ്മുടെ പൃഥ്വിരാജ് അമലാപ്പോൾ കൂട്ടുകെട്ടിൽ ഒരുങ്ങി തിയേറ്ററിൽ ഒരു ഗംഭീര വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ആടുജീവിതം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുന്നത്. മൾട്ടിയോടെയാണ് സിനിമ റിലീസ് ചെയ്യപ്പെട്ടിരിക്കുക. കാണാത്തവരെ കണ്ടത് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. കണ്ടവരെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ 2 സിനിമയാണ് ഇപ്പോൾ ഓൾറെഡി റിലീസ് ചെയ്ത സിനിമയായിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ്. ഒരു മലയാള സിനിമയാണ്. വയസ്സ് എത്രയാണെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ സൈനപ്ലേ OTT അവകാശമായ സിനിമ ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി സിനിമ സൈനപ്ലേ OTT വഴി നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഏറ്റവും പുതിയതായിട്ട് OTT റിലീസ് ചെയ്ത ഇറക്കുന്ന സിനിമകൾ ഏതൊക്കെ നോക്കാം. അതിലത്തെ ഒന്നാം സിനിമ നമ്മുടെ ദിലീപേട്ടൻ നായകനെത്തി ഏപ്രിൽ മാസം തിയേറ്ററിലേക്ക് റിലീസ് നല്ല മികച്ച കളക്ഷൻ നേടിയ സിനിമ തന്നെയായിരുന്നു. പവി കെയർ ടേക്കർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മനോരമ മാക്സ് OTT അവകാശം വായിച്ച സിനിമ ജൂലൈ മാസം 26-ന് OTT റിലീസ് ചെയ്യപ്പെടുന്ന ഒരു അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം സിനിമയ്ക്ക് വേണ്ടി. അപ്പോൾ എത്ര പേരാണ് സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി എടുത്ത് ശ്രമിക്കുക. അടുത്ത നമ്മുടെ മമ്മൂക്ക, അഞ്ജന ജയപ്രകാശ് എന്നിവരുടെ വൻതാര നിരകൾ ഒന്നിച്ച് ഒരു തിയേറ്ററിൽ ഒരു നല്ല മികച്ച വിജയം കരസ്ഥമാക്കിയ സിനിമ തന്നെയായിരുന്നു ടെർബോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കി സോണി ലിവാണ്. സോണി ലിവിൽ സിനിമ ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണം സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ പരിശോധിച്ചെങ്കിൽ. അപ്പോൾ ഈ സിനിമയുടെ ഏതൊക്കെ സിനിമകളൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, ഏതൊക്കെ സിനിമ നിങ്ങൾ കണ്ടു എന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി ശ്രമിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ എൻ്റെ 2ാമത്തെ ചാനലാണിത്. അപ്പോൾ എല്ലാവരും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ തുടർന്നെടുത്ത് കാണുന്ന ബെല്ലൈക്കൺ നല്ല ചെയ്ത് വെച്ച് തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തയക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് നമുക്ക് അതിലൂടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.